പ്രതിപാദിച്ചു, മസ്അലകൾ ക്രോഡീകരിച്ചു, സഹീഹായ വിധത്തിൽ മസ്അലകൾ പറഞ്ഞു തരുന്ന ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി വിദൈകളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അസ്സുവായിഖുൽ മുഹ്രിഖ ഫി റദ്ദി അലാ അഹ്ലി സയ്യിദ് വസ്സന്ദഖ എന്ന ഒരു ഗ്രന്ഥം രചിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ കാലഘട്ടങ്ങളിലുള്ള ഉലമാക്കളും വിദേഹത്തുകാരെ പ്രതിരോധിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യം നാം മനസ്സിലാക്കി പുത്തൻ ആശയങ്ങൾ ഒരിക്കലും നിലനിൽക്കാൻ പാടില്ല. തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് പല ആളുകളും തെറ്റിദ്ധാരണാപരമായി ചില സംശയങ്ങളിൽ അകപ്പെട്ടു പോയതുകൊണ്ടാണ്. അവർക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാനുള്ള അവസരം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ, ഉസ്താദുമാർ നൗഷാദ് അഹ്സനി ഒതുക്കുങ്ങൻ, ഫൈസൽ അഹ്സനി രണ്ടത്താണ്, അതുപോലെ തന്നെ റഫീഖ് അഹ്സനി തുടങ്ങിയ നമ്മുടെ പണ്ഡിതന്മാർ, യുവപണ്ഡിതന്മാർ, വലിയ വലിയ ഉസ്താദുമാരുടെയും പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയും ഒന്നും ആവശ്യം ഇവരെ നേരിടുന്ന വിഷയത്തിൽ ഇല്ല എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ യുവനേതൃത്വത്തിന് തന്നെ പുത്തൻവാദികളായ ആളുകളെ ശരിക്കും അവരുടെ ആശയങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന് വളരെ വ്യക്തമായി തെളിയിക്കുന്ന ഈ പരിപാടിയിൽ നിങ്ങളുടെയൊക്കെ സഹകരണം, എല്ലാ രീതിയിലുള്ള സഹകരണവും അച്ചടക്കവും പരിപൂർണമായി പാലിച്ചുകൊണ്ട് എല്ലാ രീതിയിലും സഹകരിച്ചു കാര്യങ്ങൾ സവിസ്തരം പ്രതിപാദിക്കപ്പെടുന്ന, വിശദീകരിക്കപ്പെടുന്ന, സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുന്ന ഈ വേദി ധന്യമാക്കുന്ന വിഷയത്തിൽ എല്ലാവരുടെയും സഹകരണം ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി ചില നിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട നൗഷാദ് അഹ്സൻ നിങ്ങൾക്ക് നൽകും. ഇത് സംഘടനാപരമായ കാര്യങ്ങൾ ചോദിക്കാനുള്ള വേദിയല്ല, മറിച്ച് ഇത് ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന പുത്തൻവാദികളായ ആളുകളുടെ ആശയങ്ങൾ, അഖീദയിൽ പിഴവ് സംഭവിച്ച ആളുകളുടെ ആശയങ്ങൾ ചോദിക്കുവാനുള്ള ബദരീങ്ങളെ കാക്കണേ എന്ന് വിളിക്കുന്ന സുന്നികൾ മുഴുവനും മുശ്രിക്കുകളാണെന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾ അവർ പറയുന്ന ആശയങ്ങൾ അത് ചോദിച്ചു ദൂരീകരിക്കുവാനുള്ള അവസരമാണ് ഈ അവസരം എന്ന് പ്രത്യേകമായി ഉണർത്തി ഇസ്തിഗാസ, തവസ്സുൽ, സ്ത്രീ ജമാഅത്ത്, ഉറുക്ക് മന്ത്രം, ഖുതുബ പരിഭാഷ, അതുപോലെ തന്നെ തുടങ്ങി ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വിദഗ്ധകൾ ഉന്നയിക്കുന്ന ആശയങ്ങൾ ചോദിക്കുവാനുള്ള അവസരമാണ് ഈ അവസരമെന്ന് പ്രത്യേകമായി ഉണർത്തി റഹ്മാനായ റബ്ബ് ഹക്കായ കാര്യങ്ങൾ പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഹക്ക്, ശരിയായ ഹക്ക് യഥാവിധി ഉൾക്കൊണ്ടുകൊണ്ട് ബാത്തിലാണെന്ന് ബോധ്യപ്പെട്ടു ആ ബാത്തിലിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ, ആമീൻ എന്ന് പ്രത്യേകമായി ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട നൗഷാദ് അഹ്സനിയെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി ഈ സന്ദർഭത്തിൽ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمدلله نحمده ونستعينه نؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. صدق الله مولانا العظيم. يا سادة البدر السلام عليكم نرجو الغياث ونحتمي بهماكم
مستيقنين بفضلكم وعلاكم فتقبلوا برضاكم رضي الله عنكم وزد عرفاننا يا الله. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. ആദരണീയരായ പണ്ഡിത നേതാക്കളെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകരെ, ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഇതര പ്രസ്ഥാന ബന്ധുക്കൾ, ഇനി പ്രസംഗമില്ല. പ്രസംഗിക്കാൻ ഇല്ലാത്തതുകൊണ്ടല്ല, മറിച്ച് മുഖാമുഖം എന്ന ബാനറിൽ കൂടുതൽ പ്രസംഗിച്ച് ചോദ്യത്തിനുള്ള അവസരം നഷ്ടപ്പെടുത്താതെ നേരെ മുഖാമുഖത്തിലേക്ക് പോവുകയാണ്. ആമുഖമായി 3 വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഒന്ന്, ഈ പരിപാടി എന്നല്ല, സുന്നത്ത് ജമാഅത്ത് ഏത് കാലത്തും ഉണ്ടാക്കുന്ന പരിപാടിയുടെ ലക്ഷ്യം അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പോയി അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുക എന്നതാണ്. അള്ളാഹു അതിനുള്ള കാരണമായി നമ്മുടെ ഈ സദസ്സ് കബൂൽ ചെയ്യുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പോ നമ്മുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇത്രയും തുറന്ന ഒരു വേദി തന്നെ നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഒരു പാവപ്പെട്ട മുജാഹിദ് പ്രവർത്തകൻ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകൻ, നമ്മൾ അവരെ ആ നിലക്ക് ആക്ഷേപിക്കുന്നു. അവര് സത്യത്തിൽ അത്തരം പ്രസ്ഥാനങ്ങളിലേക്ക് പോയത് സ്വർഗത്തിൽ കടക്കണമെന്ന ലക്ഷ്യത്തോടുകൂടെ തന്നെയാണ്. പക്ഷേ അവർ തെറ്റിദ്ധരിക്കപ്പെട്ടു. പലതും അങ്ങനെയാണ് പലതും ധരിച്ചുപോയി. അതുകൊണ്ട് തന്നെ ആ തെറ്റിദ്ധാരണ നീക്കി ഇൻഷാ അല്ലാഹ് പരലോകത്ത് ചെല്ലുമ്പോ നമുക്ക് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമാണ്. ഒന്നുകൂടി പറഞ്ഞാൽ സൂറത്ത് ഫുസ്സിലത്തിൽ അല്ലാഹു പറഞ്ഞ ആ വാചകം, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. മരണസമയത്ത് നമ്മുടെ സമീപത്തേക്ക് മലക്കുകൾ വരണം. അവർ സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കണം. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് നമ്മളെ സമാധാനിപ്പിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കണം. അതിനെന്താ വഴി? അല്ലാഹു പറയുന്നത്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ. നേരായ വഴിയിൽ സഞ്ചരിക്കണം. അല്ലാഹുവാണ് റബ്ബെന്ന് പറയണം. ആമുഖമായി ഞാൻ ഒറ്റ വിഷയം പറയും. എന്താണ് കേരളത്തിലെ സുന്നി ഇതരർക്കുള്ള പ്രശ്നം? ഒന്നുമല്ല, ഇവിടെയുള്ള ഭൂരിപക്ഷം ആളുകളെ മുശ്രിക്കായി അവർ കണ്ടു എന്നതാണ് ഇവിടെയുള്ള എല്ലാ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമികളുടെയും കുഴപ്പം. ഞാൻ സാധാരണ പ്രവർത്തകരെ ആക്ഷേപിക്കുകയോ അവരോട് അതിന്റെ പ്രയാസം പറയുകയോ അല്ല, മറിച്ച് ഇവരുടെ നേതാക്കന്മാർ, മുജാഹിദുകളുടെ നേതാക്കന്മാരായ ആളുകൾ പലപ്പോഴും ഇവരെ വഞ്ചിക്കുകയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് ഈ അടുത്ത് സൗദി അറേബ്യയിലും UAE-യിലും ഖത്തറിലും ഒമാനിലും ബഹ്റൈനിലുമൊക്കെ ജിദ്ദ ഇസ്ലാഹി സെന്റർ പുറത്തിറക്കി അറബികൾക്ക് സമർപ്പിച്ച CD. ഞാൻ അതിന്റെ അല്പഭാഗം നിങ്ങൾക്ക് കാണിക്കുന്നു. ചില ആളുകളുടെ മനസ്സിൽ ഒരു ചോദ്യമുണ്ടാകും, എന്താണ് ഇപ്പൊ മുജാഹിദുകൾക്ക് കുഴപ്പം? അതിനുള്ള മറുപടിയാണ്, മുജാഹിദ് നേതാക്കൾ അണികൾ അവർ അറിയാത്തവരാണ് പലരും. അല്ലാഹു എല്ലാം